അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്തക്കാരും മുജാഹിദുകളും തമ്മിൽ ഒരുപാട് വിഷയങ്ങളിൽ തർക്കമുണ്ട് എന്ന് നമുക്കറിയാം. അതിൽപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹു എവിടെ എന്നുള്ളത്. മുജാഹിദുകൾ പറയുന്നത് അള്ളാഹു എവിടെ എന്ന ചോദ്യത്തിന് അള്ളാഹു ആകാശത്താണ് എന്നാണ്. അതാണ് ഖുർആനും ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് മുജാഹിദുകൾ വാദിക്കുന്നത്. എന്നാൽ സമസ്തക്കാർ പറയുന്നത് അള്ളാഹു ആകാശത്താണെന്നുള്ള വാദം തെറ്റാണ് എന്നും അള്ളാഹുവിന് സ്ഥലം അങ്ങനെ നിശ്ചയിക്കാൻ വേണ്ടി പാടില്ല എന്നും അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന രീതിയിലുമൊക്കെയാണ് സമസ്തക്കാർ വാദിക്കാറുള്ളത്. അതാണ് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടത് എന്നൊക്കെയാണ് സലഫികൾക്കെതിരെ സംസാരിക്കുമ്പോൾ സമസ്തക്കാർ പറയാറുള്ളത്. പല രീതിയിലുള്ള പരിഹാസങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിക്കൊണ്ടാണ് മുസ്ലിയാക്കന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്യാറുള്ളത്. ഇത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതാണ് എന്നുള്ള ഒരു ഗൗരവവും അവർക്ക് ഉണ്ടാകാറില്ല. CM മടവൂരിനൊക്കെ കുറിച്ച് പറയുന്ന ഒരു ലാഘവത്തോടെയാണ് അള്ളാഹുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മുസ്ലിയാക്കന്മാരുടെ സംസാരങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു എവിടെയാണ്? ചില ആളുകൾ പറയുന്നു ആകാശത്തിലാണ്, ചില ആളുകൾ പറയുന്നു എല്ലായിടത്തുമുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് അള്ളാഹു ആകാശത്തിലാണ് എന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ സ്ത്രീയോട് വിശ്വാസിനിയാണോ എന്ന് പരിശോധിക്കാൻ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യം അള്ളാഹു എവിടെ എന്നതാണ്. ആ സ്ത്രീയുടെ ഉത്തരം ആകാശത്തിലാണ് എന്നതാണ്. അതോടുകൂടി ആ സ്ത്രീ യഥാർത്ഥ വിശ്വാസിനിയാണ് എന്നാണ് അതിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ തന്നെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അവിടെ ആകാശത്തുള്ളവൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിക്കുമ്പോഴും ആകാശത്തുള്ളവൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിക വിശ്വാസപ്രകാരം അള്ളാഹു ആകാശത്തിലാണ് എന്നതാണ് യഥാർത്ഥ വിശ്വാസം കൃത്യമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൃത്യമാണ്, വ്യക്തമാണ്, പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ വിശ്വാസം നമ്മൾ വെച്ച് പുലർത്തുന്നത്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് സമസ്തക്കാർ പറയുന്നത് എന്താണ്? നമുക്ക് വഹാബ് സഖാഫി പറയുന്നതെന്ന് കേൾക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അതേത് അള്ളയാണ്? അള്ളാഹുവിന് ഒരു പ്രത്യേകമായ സ്ഥലത്തോ ഇടത്തോ നമ്മൾ സങ്കല്പിക്കാൻ പാടില്ല. അള്ളാഹു ആകാശത്താണ്, ഭൂമിയിലാണ്, പാടത്താണ്, പറമ്പിലാണ് എന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ കേട്ടല്ലോ സഹോദരങ്ങളെ, അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് മൂപ്പരുടെ സംസാരം. അള്ളാഹു ആകാശത്താണെന്ന് പറയാൻ വേണ്ടി പാടില്ല എന്നാണ് മൂപ്പരുടെ വാദം. അത് മൂപ്പരുടെ മാത്രം വാദമൊന്നല്ല, സമസ്തക്കാരുടെ മൊത്തത്തിലുള്ള വാദമാണ് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന്. എന്നാൽ അത് ഖുർആനും ഹദീസും പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും അള്ളാഹു ആകാശത്താണ് എന്നുള്ളത്. എന്നാൽ സഹോദരങ്ങൾ, ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് സമസ്തക്കാർ ഒരു CM മടവൂരിനൊക്കെ കണ്ണിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു രൂപത്തിലാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ രീതിയിൽ ഒരു സംസാരം നടത്തി നമുക്കൊന്ന് കേൾക്കാം. അല്ലാഹു തആല സ്ഥലങ്ങളെ പടക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളവനാണ്. അവന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. പക്ഷേ നാദാവൃത്തോണ്ട് പാട്ടുപാടി ആൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ, അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപം എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അതൊന്നും പറയാൻ പാടില്ല. അർശിന്റെ മുകളിൽ കുത്തിരിക്കണം. ഇതല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയോ ആകാശത്തിൽ ഇറങ്ങി വരൂ, അർശിന്റെ മുകളിൽ ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അതെ, എല്ലാ രാത്രിയും അല്ലാഹു ഇങ്ങനെ ഇറങ്ങാം. സുബ്ഹാനല്ലാഹ്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇവിടെ ബഹുമാന്യനായ ഹുസൈൻ സലഫി ആകട്ടെ, അതിനു മുമ്പ് സംസാരിച്ച നമ്മുടെ സഹോദരൻ അനീസ് മദനി ആകട്ടെ, അവരൊക്കെ പറയുമ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്? ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇവിടെ ക്ലിപ്പ് കാണിക്കുന്നതിനിടയിൽ പോലും, സ്ക്രീനിൽ പലതും കാണിക്കുന്നതിനിടയിൽ പോലും അതിൽ പറയപ്പെടുന്നതൊക്കെ എന്താണ്? ഹദീസുമായി ബന്ധപ്പെട്ടും ആയത്തുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പരിഹസിക്കുന്നത് മുസ്ലിയാക്കന്മാർ. പ്രമാണങ്ങളെ അവരുടെ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കുകയും ആ രീതിയിൽ തന്നെ അങ്ങ് പറയുകയും ആ രീതിയിൽ വിശ്വസിച്ചോളണം എന്ന രീതിയിലും, അതുപോലെ തന്നെ യഥാർത്ഥ രൂപത്തിൽ അഹ്ലുസുന്നയുടെ മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചെന്ന രൂപത്തിൽ വിശ്വസിക്കുന്നവരെ പരിഹസിക്കുകയും ചെയ്യുക എന്നുള്ളത് സമസ്താലയത്തിന്റെ സ്ഥിരം പരിപാടിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളിലില്ലേ? അവരുടെ വാരികളിൽ വന്നതല്ലേ? മുജാഹിദിന്റെ വക പറയുന്നതാണോ? നമുക്കതൊന്ന് പരിശോധിക്കാം. സഹോദരങ്ങൾ, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് സമസ്തക്കാരുടെ
കുടുംബം മാസിക, സന്തുഷ്ട കുടുംബം മാസിക 2003 ഒക്ടോബറിൽ ഇറങ്ങിയ ഈ മാസികയുടെ 33-ാമത്തെ പേജ് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഷഅബാനിന്റെ സവിശേഷതകൾ എന്ന ഹെഡിങ്ങോട് കൂടി കൊടുക്കപ്പെട്ട ആ ലേഖനത്തിൽ കൃത്യമായി നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതാരുടെ മാസികയാണ്? സമസ്തയുടെ മാസികയാണ്. അതിലാണ് പറയുന്നത്. ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല, മുള്ളൂർക്കര സക്കാഫി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല. ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ ലേഖനത്തിൽ കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ബറാഅത്ത് രാവിൽ അള്ളാഹു ഒന്നാം ആകാശത്തിൽ ഇറങ്ങി വരും, അള്ളാഹു ഒന്നാം ആകാശത്തിൽ ഇറങ്ങി വരും എന്ന് സമസ്തയുടെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്? മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ശൈലി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇതിന് മറുപടി പറയുക? സഹോദരങ്ങൾ, ഇവിടെ സമസ്തക്കാരുടെ ചോദ്യം അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചു ചോദിച്ചാൽ, സ്ഥലകാല വ്യത്യാസമില്ലാതെ എല്ലായിടത്തും അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരിക? നിങ്ങളുടെ പരിഹാസ രൂപത്തിലുള്ള ചില ചോദ്യങ്ങൾ കണ്ടതുകൊണ്ട് ഇങ്ങനെ ഒരു മറുചോദ്യം ചോദിച്ചു എന്ന് മാത്രം. നമുക്കിനി സമസ്താലയത്തിന്റെ തന്നെ മറ്റൊരു പുസ്തകം പരിശോധിക്കാം. സെൻസിങ് എന്ന് പറയപ്പെടുന്ന ഒരു മാസികയാണ്. ഇത് ഇറങ്ങിയിട്ടുള്ളത് 2010-ലാണ്. 2010 ഇറങ്ങിയ സെൻസിങ്ങിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സഹോദരങ്ങളെ, എന്താണ് ഇവിടെ പറയുന്നത്? ഇതിന്റെ 42-ാമത്തെ പേജാണ്. അതിൽ പറയുന്നത് എന്താണ്? ആ റെഡ് ലൈനിട്ട ഭാഗം ഒന്ന് നോക്കുക. എന്താണ് അതിൽ പറയുന്നത്? ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതും എന്ത് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്? നബിവചനം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അവിടെയും പറയുന്നത് ആകാശത്തുള്ളവൻ. മനസ്സിലായല്ലോ? സമസ്തക്കാരുടെ കുരുട്ട് ചോദ്യത്തിന് അതേ നാണയത്തിൽ നേരത്തെ പറഞ്ഞ ചോദ്യം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇവരുടെ ഈ പറയുന്ന പുസ്തകത്തിലും അവർ തന്നെ എഴുതി വെച്ചു പ്രവാചക വചനമായിക്കൊണ്ട് എന്ത്? അള്ളാഹു ആകാശത്താണ് എന്ന്. ഇനി മറ്റൊരു പുസ്തകം നമുക്ക് പരിശോധിക്കാം. ഇത് റിസാല മാസിക. അത് എന്താ പറയുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയും അന്നേരം ഭൂമി വിറക്കുകയും ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ നിർഭയാവസ്ഥയിലാണോ? അല്ല, ആകാശത്തുള്ളവൻ നിങ്ങളുടെ മേൽ ചരൽക്കാറ്റയക്കില്ലെന്ന് നിങ്ങൾ സമാധാനപ്പെടുകയാണോ? ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്? റിസാലയിൽ നിന്നാണ്, സമസ്തയുടെ സ്വന്തം വാരികയിൽ നിന്നാണ്. അപ്പോൾ സഹോദരങ്ങൾ, ഇവരുടെ പുസ്തകത്തിൽ പോലും ഇവർ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞും അള്ളാഹുവിൻ്റെ ആയത്തായിക്കൊണ്ടും ഒക്കെ പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞത് എന്താണ്? അള്ളാഹു ആകാശത്താണ് എന്നാണ്. എന്നിട്ടും പരിഹാസ രൂപത്തിലാണ് മുസ്ലിയാക്കന്മാർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഖുർആനിൽ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി സ്ഥലങ്ങളിൽ, ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് ഇതേ കാര്യം പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 67-ാം അധ്യായത്തിലെ 16-17 വചനം, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 70-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം, അതുപോലെ വിശുദ്ധ ഖുർആനിലെ 32-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനം, അതുപോലെ വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായത്തിലെ 49-50 വചനം, അങ്ങനെ തുടങ്ങി നിരവധി ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. 3-ാം അധ്യായത്തിലെ 55-ാമത്തെ വചനം, അതുപോലെ തന്നെ 4-ാം അധ്യായത്തിലെ 158-ാമത്തെ വചനം, അതുപോലെ 35-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനം തുടങ്ങി നിരവധി, അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു എവിടെയെന്ന ചോദ്യത്തിന് വളരെ കൃത്യമായൊരു ഉത്തരമുണ്ട്. അത് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ അള്ളാഹു ആകാശത്താണ്, അള്ളാഹു ഉപരിയിലാണ് എന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. സഹോദരങ്ങളെ, കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.